ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലത്ത് സൗജന്യമായി വിട്ടുകിട്ടിയ 10 സെന്റ് ഭൂമിയിൽ നഗരസഭ നിർമ്മിച്ച 5 വീടുകൾ മാസങ്ങൾ പിന്നിട്ടിട്ടും ഗുണഭോക്താക്കൾക്ക് കൈമാറിയില്ല. തിരഞ്ഞെടുപ്പിന് മുൻപ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത വീടുകളാണ് 8 മാസം പിന്നിടുമ്പോൾ നശിക്കുന്നത്. പാലപ്പുറം പാതിരിക്കോട് നിർമ്മിച്ച വീടുകളുടെ ജനാലകൾ തുരുമ്പെടുത്തു തുടങ്ങി. മുറ്റം കാടുപിടിച്ച അവസ്ഥ. സ്വപ്ന സാക്ഷാത്കാരമായി കിട്ടിയ താക്കോൽ ഏറ്റുവാങ്ങിയ കുടുംബങ്ങൾ ഇപ്പോഴും പടിപ്പുറത്താണ്. വൈദ്യുതീകരണം പൂർത്തിയാക്കി കണക്ഷൻ ലഭിക്കാത്തതാണ് പ്രതിസന്ധി. ഒറ്റപ്പാലം നഗരസഭയിൽ ഏകദേശം തദ്ദേശ ഇലക്ഷൻ നടക്കുന്നതിന് മുന്നോടിയായി പാലപ്പുറം കിഴക്കേക്കാട് പ്രദേശത്ത് 5 SC കുടുംബങ്ങളെ കണ്ടെത്തുകയും ആ 5 കുടുംബങ്ങൾക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്ന് പറഞ്ഞ് 5 വീടുകൾ, സ്ഥലവും വീടും സൗജന്യമായി നൽകുന്ന ഒരു താക്കോൽദാന ചടങ്ങ് ഒറ്റപ്പാലം നഗരസഭ നടത്തി. എന്നാൽ നിലവിലെ 9 മാസ കാലയളവ് ഇപ്പോൾ പൂർത്തിയായി ഈ താക്കോൽദാന ചടങ്ങ് നടത്തി. ഇതുവരെയായിട്ടും ആ പറയുന്ന കുടുംബങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ താക്കോൽ നൽകി എന്ന് പറയുന്ന കുടുംബങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ താക്കോലോ അല്ലെങ്കിൽ ആ വീട്ടിൽ കയറി താമസിക്കാനോ സാധിച്ചിട്ടില്ല. ഈ താക്കോൽദാന ചടങ്ങ് നടത്തുന്ന സമയത്ത് തന്നെ അന്ന് ജനപ്രതിനിധിയായിരുന്ന ഞാനടക്കമുള്ള ആളുകൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, വെള്ളമില്ല, കുടിവെള്ളമില്ല, അതുപോലെ തന്നെ അവിടെ വൈദ്യുതിയില്ല. വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് ഒരു പോസ്റ്റ് വലിച്ച് ലൈൻ ഇടുന്ന പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്ന് പറയുന്ന ഒരു വീട്ടിൽ അടിയന്തര പ്രാധാന്യമുള്ള പ്രാഥമികമായിട്ട് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് കുടിവെള്ളവും വൈദ്യുതി. ഭൂരഹിത ഭവനരഹിതരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 5 കുടുംബങ്ങളാണ് ഗുണഭോക്താക്കൾ. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു താക്കോൽ കൈമാറ്റം. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും വൈദ്യുതീകരണം നടന്നിരുന്നില്ല. ശുദ്ധജല കണക്ഷൻ പോലും അടുത്തിടെയാണ് ലഭിച്ചത്. ഒരേ വളപ്പിലാണ് 5 വീടുകളും. പാലപ്പുറം പാതിരിക്കോട് സ്വദേശികളായ ഭാസ്കർ മീര ദമ്പതികളാണ് മനസ്സോടിത്തിരി മണ്ണ് പദ്ധതി പ്രകാരം വീടുകളുടെ നിർമ്മാണത്തിനായി 10 സെന്റ് ഭൂമി സൗജന്യമായി നഗരസഭയ്ക്ക് നൽകിയത്. പേരിന് വീടായെങ്കിലും ഗുണഭോക്താക്കളായ കുടുംബങ്ങൾ ഇപ്പോഴും വാടക വീടുകളിലും ബന്ധു വീടുകളിലുമെല്ലാമായാണ് താമസം. വൈദ്യുതീകരണത്തിന്റെ നടപടികൾ തുടങ്ങിയെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.